ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ബിയർ സ്റ്റാർട്ട് ചെയ്തതാണ് ഗൈസ്. നമ്മളൊരു വീട്ടിലിറങ്ങി കണ്ണൊക്കെ എടുക്കുമായിരുന്നു. അതിനു മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോയപ്പോഴായിരുന്നു അവിടെ നിന്ന് ഒരു എനിമി വീഴുന്നാണ്ട് ഗ്ലൂവാലിട്ടിട്ട് ഇങ്ങനെ M60 വെച്ച് അടിക്കുമായിരുന്നു. ഞാൻ ചത്തില്ല. സോ അവനാണ് പിന്നെ പെട്ടെന്ന് ലോഞ്ച് പാഡ് എടുത്ത് ആ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് പോയി. അവൻ ഇറങ്ങി വരുമെന്ന് നോക്കി, എന്നിട്ട് അവൻ വരുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പെട്ടെന്ന് ആ ലോഞ്ച് പാഡ് എടുത്തിട്ട് ആ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് പോയിട്ട് MP5 വെച്ച് കുത്തിപ്പിടിക്കാനായിരുന്നു വിചാരം. MP5 വെച്ച് കുത്തിപ്പിടിക്കാൻ പോയപ്പോൾ അവനാണ് താഴോട്ടിറങ്ങി ഗൈസ്. പിന്നെ ഞാൻ അവനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് വരുമായിരുന്നു ഗൈസ്. ഞാൻ അപ്പുറത്ത് പോയി അടിക്കാമെന്ന് വെച്ച് അപ്പുറത്ത് പോയി നോക്കുമ്പോൾ അവനെ കാണുന്നില്ല ഗൈസ്. പിന്നെ ഞാനാണ് സൈഡിൽ നിന്നൊക്കെ അടിയൊന്നും പറയുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അകത്തോട്ട് കയറി വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ലൂട്ടൊക്കെ പെറുക്കുമായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ മണ്ടയ്ക്ക് കയറി എനിമി വല്ലതും ഉണ്ടോ എന്ന് നോക്കി. അവിടെ എനിമിയൊന്നും കാണുന്നില്ലായിരുന്നു ഗൈസ്. എനിമി നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ M60 വെച്ച് സ്കോപ്പ് വെച്ച് നോക്കുകയായിരുന്നു ഗൈസ്. പിന്നെ അവനാണ് സൈഡിലോട്ടാണ് നിന്നപ്പോൾ ഞാനാണ് ഹെഡ്ഷോട്ട് കൊടുത്ത് അങ്ങ് നോക്കാക്കി. പിന്നെ വേറൊരു എനിമി ഉണ്ടായിരുന്നു. അവനാണ് ഓടിപ്പോകുന്നത് കണ്ടു. പിന്നെ ഞാനവിടെ സൈഡിലോട്ടൊക്കെ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല ഗൈസ്. പിന്നെ ഞാനവിടെ നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ലായിരുന്നോണ്ട് ഞാനിങ്ങ് വന്നു ഗൈസ്. ഞാൻ താഴോട്ടിറങ്ങി നോക്കി ഗൈസ്, അവിടെ വല്ല എനിമി വല്ലതും വന്നിട്ടുണ്ടോന്ന്. അവിടെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാനാണ് അവിടെ ഇങ്ങനെ വീട്ടിൽ കുറച്ച് നേരം നിന്നു. ഞാൻ ക്യാമ്പൊക്കെ അടിക്കുമായിരുന്നു ഗൈസ്. ഇവിടെ എനിമി വല്ലതും ഉണ്ടോ നോക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഞാനാണ് പിന്നെയും വീടിൻ്റെ മണ്ടയ്ക്കോട്ട് പോയി. പിന്നെ ഗൈസ്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ പുറകിൽ നിന്ന് അടിച്ച് ഞാൻ MP5 വെച്ച് കുത്തിപ്പിടിച്ച് ഗൈസ്. അവനെ അങ്ങ് കൊന്നു ഗൈസ്. പിന്നെ ഞാനവിടെ മെഡൊക്കെ അടിച്ചു ഗൈസ്. മെഡൊക്കെ അടിച്ചിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. പിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ എനിമി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. എനിമിയൊന്നും വന്നില്ല. സോ ഞാൻ ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ മണ്ടയ്ക്കോട്ട് കയറിപ്പോയി ഗൈസ്. മണ്ടയ്ക്കോട്ട് കയറിപ്പോയിട്ട് അവിടെ എനിമി വല്ലതും ഉണ്ടോ എന്ന് നോക്കി ഗൈസ്. എനിമിയൊന്നും ഇല്ലായിരുന്നു. എനിമി വരുന്നുണ്ടോ എന്ന് അറിയാൻ ഞാനാണ് അവിടെ ഇച്ചിരി നേരമൊക്കെ നിന്ന് ഗൈസ്. ഞാൻ സ്കോപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്, എനിമി വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. പിന്നെ ഞാനവിടെ ഇച്ചിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് എനിമി വല്ലതും വന്ന് അടിച്ചിടാം ഗൈസ്. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ നിങ്ങൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാനാണ് പിന്നെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിമി വല്ലതും വന്നാൽ അടിച്ചിടാൻ. പക്ഷേ എനിമിയൊന്നും വന്നിട്ടില്ല ഗൈസ്. പിന്നെ ഞാനാണ് അവിടെ ഇങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ സ്കോപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്, എനിമി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല ഗൈസ്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു ഗൈസ്. നമ്മൾ ഇങ്ങനെ വെറുതെ അവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് എനിമി വല്ലതും ഉണ്ടോ എന്ന് വല്ലതും നോക്കുമായിരുന്നു ഗൈസ്. അവിടുന്ന് എനിമിയൊന്നും വരുന്നില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാനവിടെ ഇച്ചിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്തോണ്ട് ഞാൻ പുറകെ പോയി നോക്കി അവിടെ വല്ല എനിമി ഉണ്ടോ എന്ന് അറിയാൻ. ഞാൻ അവിടെ എനിമി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇങ്ങ് ചാടി ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അവിടുത്തെ ടോക്കണൊക്കെ പോയി എടുത്ത് ഗൈസ്. ടോക്കൺ എടുത്തിട്ട് അവിടെ ഇച്ചിരി ഇരുന്നിട്ട് ഞാനവിടെ ലോഞ്ച് പാഡിൽ കയറി ഗൈസ്. ലോഞ്ച് പാഡിൽ കയറിയിട്ട് എങ്ങോട്ട് പോകാമെന്ന് ഡിസൈഡ് ചെയ്യുമായിരുന്നു ഗൈസ്. മാപ്പിൽ നോക്കിയിട്ട് ഞാൻ സ്ഥലം ഉറപ്പിച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ലോഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആ ബൊമ്മയുടെ മണ്ടയ്ക്ക് പോയി വീണു ഗൈസ്. ഞാൻ അവിടെ നിന്ന് M60 ഒക്കെ എടുത്തിട്ട് സ്കോപ്പ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് എനിമിയെ കണ്ടില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാനാണ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ റിവൈവ് ചെയ്യുമായിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഒരു എനിമി നടന്നു വരുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവനെ റിവൈവ് ചെയ്യുന്നിടത്തിന് അവൻ കൊന്നു ഗൈസ്. ഞാനാണെങ്കിൽ അവനെ അവിടെ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല. മറ്റവൻ അവനെ കൊന്നു ഗൈസ്. അവനെ കൊല്ലാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അവൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാൻ അവനെ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. ഞാൻ പിന്നെ സ്കോപ്പ് വെച്ച് അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല ഗൈസ്. പിന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ നോക്കുമായിരുന്നു ഞാൻ ഗൈസ്. അപ്പോൾ വീട്ടിൽ അവൻ ഇറങ്ങി വരുന്നില്ല ഗൈസ്. ഞാൻ ആ വീട്ടിൽ ഒളിച്ചിരിക്കുക ഗൈസ്. നമ്മൾ ഇച്ചിരി കൂടെ താരോട്ടൊക്കെ ഇറങ്ങി നോക്കി, എന്നിട്ട് അവൻ വരുന്നില്ലായിരുന്നു.
പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഇച്ചിരി നേരം കൊണ്ട് നിന്നു. എനിമി വല്ലതും വരുന്നുണ്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് ഒരു എനിമി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഇച്ചിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് ഗൈസ്. വെയിറ്റ് ചെയ്യുമ്പോഴായിരുന്നു അവിടെ ഡ്രോൺ വന്നത്. ഡ്രോൺ വഴി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വന്നു ഗൈസ്. അവിടെ എൻ്റെ സൈഡിൽ എനിമി ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ബൊമ്മയുടെ വണ്ടൊക്കെ എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്. ഞാൻ അവിടെ കുറേ നോക്കി ഗൈസ്. പിന്നെ അവരെ ഒന്നും കാണുന്നില്ലായിരുന്നു. സോ ഞാൻ ഇച്ചിരി കൂടെ താഴോട്ട് ഇറങ്ങി നോക്കി. എന്നിട്ട് അവനവിടെ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ട് എനിമീനെ ഒന്നും കണ്ടില്ല ഗൈസ്. ഞാനവിടെ ഇച്ചിരി നേരം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ എനിമി വല്ലതും ഉണ്ടോയെന്നറിയാൻ. പക്ഷേ എനിമി ഒന്നും വന്നില്ല ഗൈസ്. താഴോട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഗൈസ്. പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഡാമേജ് കിട്ടി ഗൈസ്. ഞാൻ ബെഡ് അടിച്ചിട്ട് പിന്നെയും താഴോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചു ഞാൻ താഴോട്ട് ഇറങ്ങി ഗൈസ്. താഴോട്ട് ഇറങ്ങിയപ്പോൾ സൈഡിൽ ഒരു എനിമി ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അവൻ എന്നെ കണ്ടില്ല. ഞാൻ പഴയ പെട്ടെന്ന് ബെഡ് അടിച്ചിട്ട് ഞാനങ്ങ് മാറി ഗൈസ് അവിടെ നിന്ന്. എന്നിട്ട് ഞാനാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ അവിടെ എനിമി ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഗൈസ്. അവസാനം പൊട്ടിച്ചപ്പോൾ വീട്ടിൽ എനിമി ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കുത്തിപ്പിടിച്ചടിക്കാമെന്ന് പറഞ്ഞിട്ട് മണ്ടയ്ക്കോട്ട് കയറിയപ്പോൾ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ. അത് ഞാൻ അതിനെ അവിടെ പോയി കുത്തിപ്പിടിച്ച് കൊന്നു ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ വെപ്പണൊക്കെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. ബെഡൊക്കെ അടിച്ചിട്ട് ഞാൻ വെപ്പണൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് MP5 1 കിട്ടി ഗൈസ്. പിന്നെ ഞാൻ അവിടെ ഇച്ചിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. വെയിറ്റ് ചെയ്ത് അവിടെ ഒന്നും വരുന്നില്ലായിരുന്നു ഗൈസ്. അവിടെ നിന്ന് M60 മാറ്റിയിട്ട് പിന്നെ ഞാൻ ഷീൽഡ് ഗൺ എടുത്തു ഗൈസ്. അങ്ങനത്തെ ഷീൽഡ് ഗൺ ഉണ്ടായിരുന്നു. ഷീൽഡ് ഗൺ എടുത്തിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞാനവിടെ ബാൽക്കണിയിൽ പോയി നിന്നു ഗൈസ്. ബാൽക്കണിയിലും അവിടെ ആരും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വെടി അടിക്കുന്നതൊക്കെ സൗണ്ട് കേട്ട് ഗൈസ്. പിന്നെയും കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ ആളൊന്നും കണ്ടില്ല ഗൈസ്. ഞാനവിടെ ഇങ്ങനെ പിന്നെയും വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് സോണാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുമായിരുന്നു. ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ എനിമി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ താഴോട്ട് ഇറങ്ങാമെന്ന് വെച്ചു ഗൈസ്. പക്ഷെ അപ്പോഴായിരുന്നു അവിടെ നിന്ന് അടി കിട്ടിയത് ഗൈസ്. അവിടെ അടി കിടക്കുമായിരുന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് പോയി കില്ല് കൊമ്പാന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഗൈസ്. അപ്പം ഞാൻ അവിടെ ഒരുത്തൻ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അത് കുതിരയായിരുന്നു ഗൈസ്. ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ അവിടെ ഒരുത്തൻ എന്നെ കയറി വന്ന് M60 വെച്ചടിച്ച് ഗൈസ്. ഞാൻ ഷീൽഡ് കൊണ്ട് വെച്ച് കുത്തിപ്പിടിക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.